മുതലാളി, 2 ദുർഭൂതങ്ങൾ വന്ന് കയറിയിരിക്കുന്നു. DMO ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർ. അയ്യോ ദൈവമേ, ഇന്നറിയാം നമ്മുടെ ഫാക്ടറിയുടെ ഭാവി. DMO എന്തിനു വന്നതാണ് മുതലാളി? DMO പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചീഫ്. പരിസ്ഥിതി മലിനീകരണം എവിടെ? അവിടെ ഉണ്ട്. വരണം സാർ, അകത്തോട്ട് കയറി ഇരിക്കാം. ഇരുന്നിട്ട് കാര്യമുണ്ടോന്ന് തോന്നുന്നില്ല. ഈ കെട്ടിടം വെച്ചോണ്ട് ഫാക്ടറി തുടങ്ങിക്കളയാമെന്നാണോ തന്റെ വിചാരം? എന്ത് പറ്റി സാർ? ഫാക്ടറി കെട്ടിടം തന്റെ തോന്നിയാസത്തിന് വെച്ചാ മതിയോ? ഈ വാതിൽ നോക്കണം, അകത്തോട്ടല്ല പുറത്തോട്ട് വേണോ അത് തുറക്കാൻ? അതുകൊണ്ട് എന്താ സാർ പ്രത്യേകത? ന്യായം ചോദിക്കണ്ട, നിയമം നിയമമാണ്. അപ്പൊ വേസ്റ്റ് കളയാനുള്ള സംവിധാനം എങ്ങനെയാണ്? അത് അപ്പപ്പ ഞങ്ങൾ എടുത്തോണ്ട് കളയും സാർ. എന്ന് വെച്ചാൽ പൈപ്പ് ലൈൻ ഇല്ലെന്നോ? സാർ, ഇവിടെ ഞങ്ങൾ റോഡ് കയറി മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കും. തൊട്ടടുത്തല്ലേ പുഴ? പുഴയിലേക്ക് ഒഴുക്കുക, എന്നിട്ട് വേണം ജനങ്ങളുടെ കുടിവെള്ളം വൃത്തിയാവാൻ. സാർ, ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് വൃത്തികെട്ട വേസ്റ്റ് വരണ്ട സാർ. അത് താനാണോ തീരുമാനിക്കാൻ? സാർ, പാൽപ്പൊടി, മാവ്, പഞ്ചസാര, സുഗന്ധദ്രവ്യങ്ങളായ ഏലക്ക, ഗ്രാമ്പു തുടങ്ങിയതാണ് ഇവിടുത്തെ വേസ്റ്റ്. അതുകൊണ്ട് കാര്യമില്ല. പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ്. അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ചുറ്റുപാടും പടരും. ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും. സാർ, പഞ്ചാര, ഏലക്ക എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ്? സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. 2 അടി വ്യാസമുള്ള പൈപ്പിട്ട് മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം. സാർ, കടൽ 6 കിലോമീറ്റർ ദൂരെയാണ് സാർ. അവിടെ വരെ പൈപ്പിട്ടാ മതി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടോ? ഒന്നും ഇങ്ങോട്ട് ചോദിക്കട്ടെ, പറയുന്ന അനുസരിച്ച് ഞാൻ ചോദിക്കും. ഒരു സർക്കാർ ബസ് മുമ്പിൽ കൂടെ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണു കാണാൻ പറ്റില്ല. കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരത്തുന്ന കൊതുകളുടെ സുഖവാസ കേന്ദ്രമാണ്. സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ കൂടെ മനുഷ്യന് നാറിയിട്ട് വഴി നടക്കാൻ പാടില്ല. അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യമില്ലാത്ത അപ്പൊ ജനങ്ങൾക്ക് പകർച്ചവ്യാധി വരുന്നതോ അവർ ചാവുന്നതല്ല കാര്യം. എന്നെ പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല, നന്നാവാൻ പാടില്ല. അതല്ലേ കാര്യം? താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കുകയാണോ? സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട. എവിടോ പൂച്ചപ്പര, എവിടോ തീയണയ്ക്കാനുള്ള സംവിധാനം? ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി കെട്ടിടം ഇടിച്ചു പൊളിച്ചു കളാം സാർ. ഷട്ടപ്പ് ഡോക്ടർ, നമുക്ക് പോവാം. ഇവൻ ഫാക്ടറി തുടങ്ങി. പൊന്നു സാറേ, ഇത് ഇത്ര എത്തിക്കാൻ പറ്റ പാടെ എനിക്കേ അറിയാവൂ. നാട് മുഴുവൻ കടവാ. സ്കൂൾ മാഷ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശ് കൊണ്ട് അറിയാതെ തുടങ്ങിപ്പോയതാ. ഒടുവിൽ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു. ഒന്നേ പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. മടുത്തു സാർ. നിങ്ങളെപ്പോലുള്ളവരുടെ വീടിന്റെ ഓഫീസിന്റെയും വാതിക്കെ കിടന്ന് എന്റെ ജന്മം ഏതാണ്ട് പാഴായി. തന്റെ കഥന കഥ കേട്ട് കരഞ്ഞ് കവിത എഴുതാൻ വന്നല്ലേ ഞങ്ങള്. ഇയാളോട് ഫാക്ടറി തുടങ്ങാൻ ഞങ്ങൾ നിർബന്ധിച്ചോ? ഇല്ല സാർ, എനിക്ക് തന്നെ പറ്റിയൊരു അബദ്ധമാണ് സാർ. നിയമത്തിന്റെ ഒരു അയവും പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്ത് ചെയ്യണം സാർ? എടോ, താൻ ഓഫീസിൽ വന്നപ്പോ 1 ലക്ഷം രൂപയുടെ ഭദ്രതാ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് താൻ എടുത്തോ? അതിന് പണം വേണ്ട സാർ. പണമില്ലാത്തവൻ കക്കാൻ പോണോടോ. ഭദ്രത എടുക്കാതെ തന്റെ കേസ് പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. വാ പോവാം. സാർ, DMO സാർ. സാർ, സാർ, ഞാൻ സാർ, ഭദ്രത എടുത്തില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ഭദ്രമല്ല. ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുതലാളി? ഇനി പണയം വെക്കാൻ എന്റെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. അവൻ എവിടെടാ? ആ സേതു വിഷം വാങ്ങിക്കാൻ പോയി. വിഷം വാങ്ങിക്കാൻ? കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ. അപ്പന്റെ പണം ജീവിച്ചിരുന്നാലല്ലേ കടം വീട്ടേണ്ട കാര്യമുള്ളൂ. നാളെ ശ്യാമയുടെ കല്യാണം. നാളെ ശ്യാമയുടെ കല്യാണം. നാളെ ഇനി എന്റെ പേര് പറഞ്ഞാലും ഏത് സുലോചന സേതോട്ടും ചോദിക്കും തോന്നുന്നു. ശ്യാമ എന്തായാലും എന്റെ ഭാര്യയല്ലല്ലോ. എന്റെ ഫ്രണ്ടിനെ മറക്കുന്ന ആൾ അധികം വൈകാതെ എന്നെ മറക്കും. ഓ, സുലുവിന്റെ ഫ്രണ്ട് നമ്മുടെ ശ്യാമ. അത് ശരി, ഇപ്പൊ ഓർമ്മ വന്നു. നാളെയാണ് കല്യാണം അല്ലേ? തീർച്ചയായും നമ്മൾ കല്യാണത്തിന് പോകും. ശ്യാമയുടെ വീട്ടിൽ വെച്ചാണ് കല്യാണം? അത്ര ദൂരത്തൊന്നും പോണ്ട. ഇവിടെ ടൗണിലാ ചെറുക്കന്റെ വീട്. ഇവിടെ അടുത്തുള്ള ഏതോ കല്യാണം ഉണ്ടോത്തി വെച്ചാ കല്യാണം. നാളെ സേതുവേട്ടന് ഒഴിവുണ്ടാവോ? അതെന്താ സുലു അങ്ങനെ ചോദിച്ചേ? സുലുവിന് ആകെ ഉള്ളൊരു ഫ്രണ്ട് അല്ലേ, നമ്മൾ പോകാതിരിക്കാൻ പാടുണ്ടോ? ഏതാ കല്യാണം ഉണ്ടോ?
പീതാംബരക്കുറുപ്പിന്റെ മകൻ ശരവണൻ. എന്തേ? ആ. അല്ല, ഈ ക്ഷമയുടെ പയ്യൻ എടുത്താണല്ലേ? അറിയോ? പോവാം, പോണല്ലേ? പോവാം. ഏ? പോവാം. നീ ഒരു കാര്യം ചെയ്യ പ്രേമ, നീ എങ്ങനെയെങ്കിലും സുലുവിനെ വാനി കയറ്റി ആ കല്യാണ മണ്ഡലത്തിൽ കൊണ്ട് ഇറക്ക്. എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചുകളി? പീതാംബര കുറുപ്പിന് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നങ്ങ് തുറന്ന് പറഞ്ഞാ പോരെ? എടാ, ഞാൻ കടക്കാരനാണ്, കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും. എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ, സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല. വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ? ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ്. ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാ പ്രേമ. ഈ കേസ് ഞാൻ ഏറ്റു. പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം, ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ. മണ്ണ് വാരി കളിക്കാതെ പിള്ളേരെ ചോറി പിടിക്കും. എണീച്ചു പോ. അയ്യോ, കുഞ്ഞിതുവരെ പോയില്ലയോ? ആള് വലിയ മറവിക്കാരനാ. ഇല്ല, എന്തായാലും വരാതിരിക്കില്ല. KFC KSCB ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്. മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്ക് മൂപ്പര് വഴി കാത്തുക്കും. വന്നാട്ടെ. മുഹൂർത്തം തെറ്റും. സ്ഥലമെത്തി. സേതുട്ടൻ അത് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ. ഏതായാലും വന്ന കാര്യം നടക്കട്ടെ. മുതലാളി എത്തിക്കോളും. അങ്ങനെ ഇപ്പൊ എത്തണ്ട, വണ്ടി തിരിച്ചു വിട്ടെ. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി വിടാനാ പറഞ്ഞത്. അല്ലിത് ആരാ? സുലോചനെ, എന്താ ഇവിടെ ഇരിക്കണേ? വാ വാ വാ. എന്നെ മനസ്സിലായില്ലേ? ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത. ഓ, ഓർമ്മയുണ്ട്. വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു. ഒളിച്ചോടിയതും രഹസ്യ ചെയ്തതും എല്ലാം. വാ 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 വാ. വരണം വരണം വരണം. ഹസ്ബൻഡിന്റെ പേരെന്താ? സേതുമാധവൻ. ആഹാ, ഇതിലെ ഇതിലെ. ചേച്ചി, സുലോചനെ അറിയല്ലേ? മേലെ മടത്തിലെ ശ്യാമയുടെ ഫ്രണ്ട്. ആഹാ, ഒളിച്ചോടിയ. ഇത് സുലോചനയുടെ ഭർത്താവ്, തട്ടിക്കൊണ്ടുപോയ വീരൻ. ഞാൻ ശ്യാമ അകത്തുണ്ട്. എല്ലാരും അകത്തോട്ട് കയറി ഇരിക്കുന്നേ. വേണ്ട, നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ടും ഭർത്താവും. ഇങ്ങനെ വല്ലതും പോരായിരുന്നു നിനക്ക്? ഈ പാട് വല്ലതും ഉണ്ടായിരുന്നോ? എവിടെ ആളെവിടെ? സുഖമില്ലാതെ കിടപ്പിലായിപ്പോയി. അതെ, ഭയങ്കര വയറിളക്കം. ആര് പറഞ്ഞു? വെറും വേദനയുള്ളൂ. ഇതാരാ? ഇത് ഞാൻ ഭർത്താവ് അല്ല, ഭർത്താവിന്റെ ഫ്രണ്ട്. പുറത്തു വന്നോളൂ, ഞാൻ വന്നേക്കാം. അത് കറക്റ്റ്. നീ എന്നോട് ക്ഷമിക്കണം ശ്യാമേ, എനിക്ക് ഉടനെ പോണം. സേതുവേട്ടന് ഭക്ഷണവും മരുന്നൊന്നും എടുത്തു കൊടുക്കാൻ ആരുമില്ല അവിടെ. നീ എന്തായി പറയുന്നത്? എന്റെ കല്യാണത്തിന് വന്നിട്ട് ശ്യാമേ, പ്ലീസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഈ ഒരു അവസ്ഥ ഞാനെന്ത് പറയാനാ? നിന്റെ ഇഷ്ടം. പോട്ടെ. എടാ, നിന്നെയൊക്കെ ജോലിക്ക് വെച്ച് എന്നെ വേണം തല്ലാൻ. എടാ, ഇമ്പീരിയൽ ഹോട്ടലിന് മുമ്പിൽ 2 മണിക്കൂറോളം ഞാൻ കാത്തുനിന്ന് കാലിനടി വേര് കളിച്ചു. കല്യാണത്തിന് ഒറ്റയ്ക്ക് വേണ്ടി വന്നല്ലേ സുലു. ഈ വിട്ടി കുഷ്മാണ്ട കാരണം അത്. ഇമ്പീരിയൽ ഹോട്ടലിന്റെ മുമ്പിലല്ല, മലബാർ പാലസിന്റെ മുമ്പിലല്ലേ എന്നോട് നിൽക്കാമെന്ന് പറഞ്ഞു. ഒറ്റ അടി വെച്ച് തന്നോണ്ടല്ലോ റാസ്കൽ. ആനാന്ന് പറ, ചേരാന്ന് കേൾക്കുന്ന ദ്രോഹി. സദ്യയൊക്കെ എങ്ങണ്ടായിരുന്നു സുലു? പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാം ഭംഗിയായി. പക്ഷെ ഞാൻ
കല്യാണം എങ്ങനെയായിരുന്നു കുഞ്ഞെ? ആളൊക്കെ ഉണ്ടായിരുന്നോ? ആശയവിനിമയത്തിൽ വന്നുപെട്ട ഒരു തകരാറാണ്. എന്നെ സേതുവേട്ടന്റെ ഭാര്യയായി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടാവൂല്ലേ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് നീ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ കേൾക്കാം. കാര്യത്തിന്റെ ഗൗരവം എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണോ സുലു? വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങിന് ഭർത്താവില്ലാതെ പോകേണ്ടി വരുന്നത് ഏത് പെണ്ണിനും വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, എല്ലാരും പരിചയപ്പെടും ചെയ്തു. തൽക്കാലത്തേക്ക് നിങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്ന ഭർത്താവ് നിങ്ങളുടെ പണിക്കാരൻ. സുലു, എന്റെ ഭർത്താവെന്നും പറഞ്ഞ് ഓരോരുത്തർ ആ കരിമന്തിയോട് കിന്നോരം ചോദിക്കുന്ന കേട്ടപ്പോ എന്റെ തൊലി പൊളിഞ്ഞു പോയി. മതിയായി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ സേതുവേട്ടനോട് ഞാൻ ഒരിക്കലും കെഞ്ചൂല്ലായിരുന്നു. നമുക്ക് അവരുടെ വീട്ടിൽ പോവാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് വിളിച്ചൊരു പാർട്ടി കൊടുക്കാം. ഒന്നും വേണ്ട, ഞാനല്ലേ നാണം കെട്ടത്. ഒക്കെ എന്റെ വിധിയാണെന്ന് കരുതിക്കോളാം. സുലു, ഞാൻ പറയും. എന്താ കുഞ്ഞെ നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഒന്നുമില്ല.